മൈ ചാനൽ. ഈ വട്ടം ഇടുക്കിക്കാരായിട്ടുള്ള ജിനി ആൻഡ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. ഒരു ഹായ് കൊടുക്കൂ. വീട്ടിൽ വന്നു, കുളിച്ചു. പിന്നെ അതിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങളെല്ലാവരും കൂടെ അടുത്തൊരു കുഞ്ഞൊരു കാവുണ്ട്, അവിടെ പോകുമെന്ന് വിചാരിച്ചു. രാവിലത്തെ ആണെങ്കിലും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഇത് ഞങ്ങളുടെ വീട്ടിലെ വിഷുക്കണിയായിരുന്നു. അച്ഛനും അമ്മ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷു കൈനീട്ടമൊക്കെ തന്നു. ഫുഡ് കഴിക്കണം. അതിന് ഞങ്ങൾ അടുത്തൊരു കുഞ്ഞൊരു കാവുണ്ട്. അർച്ചനെ അപ്പം ഞങ്ങൾ കാവിൽ പോകാനായിട്ട് ഇറങ്ങാൻ തുടങ്ങുകയാണ്. ഞാനും ചേച്ചിയും പിള്ളേരും പിന്നെ ജിനി അനുജി, ഞങ്ങൾ ഇത്രയും പേരായിരുന്നു കാവിലോട്ട് പോയത്. ബാക്കിയുള്ളവർക്കൊന്നും വരാൻ പറ്റിയില്ല. അപ്പം ഞങ്ങളുടെ അടുത്തുള്ള കുഞ്ഞൊരു കാവാണ്. ശിവൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ കാണുന്നത്. രാവിലെ കഴിക്കാനായിട്ട് പാലപ്പവും ചിക്കൻ സ്റ്റൂ ആണ്. പിന്നെ കൂട്ടത്തിൽ അലുവയും ചായ ഉണ്ടായിരുന്നു. ഇനി ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് മറൈൻ എക്സ്പോ കാണാനും ആലപ്പുഴ ബീച്ചിലൊന്ന് ഇവരെ കൊണ്ട് പോകണം. അപ്പോൾ ഞങ്ങളെല്ലാവരും മറൈൻ എക്സ്പോ കാണേണ്ട ഇവിടെ എത്തി. ആലപ്പുഴ വന്നിട്ട് കാണാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തിനു സങ്കടപ്പെടണം, തിരുവല്ലേ വന്നല്ലോ. എന്നാൽ പിന്നെ ഇവരും കൂടെ വന്ന സ്ഥിതിക്ക് എന്നാൽ പിന്നെ ഇവരെ കൂടെ ഒന്ന് കാണിക്കാമല്ലോ. ടിക്കറ്റിന് 100 രൂപയായിരുന്നു. എങ്കിലും നല്ല രീതിയിൽ ആ 100 രൂപയ്ക്കുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കാണാൻ കൊള്ളായിരുന്നു. ഫസ്റ്റ് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, നല്ല ഹൈറ്റുള്ളൊരു അക്വേറിയത്തിനകത്ത് അത് കുറേ മീനുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ പേര്, ഈ മീനുകൾക്കൊക്കെ പല പേര് കാണും. പക്ഷെ എനിക്ക് എൻ്റെ പേരുകളൊന്നും അങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ നല്ല ഡാർക്ക് ഫീലും അതിൻ്റെ കൂടെ തന്നെ ബ്ലൂ കളറിലെ ലൈറ്റിൽ എടുത്ത് ആ ഫിഷ് ടാങ്കിനകത്ത് കുറേ സെപ്പറേറ്റ് മീനുകളെ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ലൊരു ശരിക്കും അവർ പറഞ്ഞ ആ ഒരു ഫീല്, നമുക്ക് വെള്ളത്തിനടിയിൽ നിന്ന് എങ്ങനെയാണോ മീനുകളെ കാണാൻ പറ്റുന്നത്, ആ ഒരു ഫീല് നമുക്ക് കിട്ടത്തക്ക രീതിയിൽ അവർ നല്ലൊരു അറേഞ്ച്മെൻറ്റ്സ് അവർ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിരുന്നു. പല തരത്തിലുള്ള മീനുകളെ ശരിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു മീനെയാണ്. കാരണം കുഞ്ഞു പൊടി മീനുകൾ, നല്ല പല കളർ, ഓറഞ്ച് അല്ലെങ്കിൽ ഈ മിന്നാമിന്നി കളർ, അങ്ങനെ പല കളർ. പിന്നെ ഈ കാണുന്ന ആ റെഡ് ലൈറ്റ് ആ ഉള്ളിൽ വരുമ്പോൾ എന്ത് ഭംഗിയല്ലേ, ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട് അത് കാണാനായിട്ട് തന്നെ. എന്തോരം വെറൈറ്റി മീനുകളാണ്, പല കളറ്, പല ഷേപ്പ്, പല പേരുകളായിരിക്കും. അതുപോലെ തന്നെ ഇത്രയും അടിപൊളി സാധനമല്ലേ, നല്ല ഭംഗിയുണ്ട്. അതുങ്ങളിങ്ങനെ ഒന്നിച്ച് കൂടി ഇരിക്കുന്ന ഒരു പ്രത്യേക രസം. പിന്നെ നമ്മൾ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ വെള്ളത്തിനടി നിൽക്കുന്ന കറക്റ്റ് ഫീലാണ് നമുക്ക് തോന്നുന്നത്. കാരണം മേളിലും കൂടെ ഫുൾ കവറാക്കിയിട്ട് 2 സൈഡിലും ഇങ്ങനെ മീനുകൾ ഓടിക്കളിക്കുക. അപ്പം നമുക്ക് പെട്ടെന്നൊരു വെള്ളത്തിൽ നിൽക്കുന്ന ഒരു ഫീലുണ്ടാവും, നല്ല രസമുണ്ടാവും. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ്, എന്തുകൊണ്ടും അടിപൊളിയാണ്.
എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ഒരു ബുക്കാണ്. എപ്പോൾ റീൽസ് തുറന്നാലും ആൾക്കാർ വായിക്കുന്നു, റിവ്യൂ പറയുന്നു. റാം കെയർ ഓഫ് ആനന്ദ്. പിന്നെയുള്ള സാധന സാമഗ്രികളാണ്, അതായത് നമ്മുടെ വീട്ടിലോട്ടുള്ള ഉപകരണങ്ങളും കാര്യങ്ങളും, ഫർണിച്ചേഴ്സും, അച്ചാർ, അലുവ, അത്തർ, പിന്നെ വേണ്ട ഐറ്റംസുകൾ, ഫാൻസി ഐറ്റംസുകൾ, പിന്നെ ബുക്കുകൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങളും ഒക്കെയാണ്. അങ്ങനെയുള്ള കുറേ സ്റ്റോളുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. കഴിക്കാനുള്ള ഫുഡ് ഐറ്റംസ്, പിന്നെ അതിൻ്റെ വെളിയിൽ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇവിടെ റൈഡുകളായിരുന്നു. ഇത് രാത്രി മാത്രമേ ഈ റൈഡുകൾ വർക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ ചെടികൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രിൻസേട്ടൻ്റെ വീട്ടിൽ പോയി. അവിടെ നിന്നാണ് ഉച്ചക്കത്തെ ഫുഡ്, ബിരിയാണിയാണ് സ്പെഷ്യൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ആലപ്പുഴ. അപ്പോൾ ഞങ്ങൾ ആലപ്പുഴയിലെത്തി. അപ്പം ഞങ്ങളുടെ കൂടെ ആലപ്പുഴ ബീച്ചിൽ അർച്ചനയുടെ ചേച്ചിയും ചേട്ടനും കുഞ്ഞും ഒക്കെ ഉണ്ടായിരുന്നു. അടിച്ചു വരുന്നു. ബീച്ചിൽ ഞങ്ങൾ വൈകുന്നേരത്താണ് ചെന്നത്. ഞങ്ങൾ തിരിച്ച് ബീച്ചിലെ എല്ലാ കാഴ്ചകളും കണ്ടിട്ട് തന്നെ കയറിയപ്പോഴേക്കും ഇരുട്ട് വീണു. ബീച്ചിൽ നിന്ന് പോകുന്നതിന് മുന്നേ അവിടെ നിന്ന് എന്തെങ്കിലും ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും കടി ഐറ്റംസോ ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ജ്യൂസ് കുടിക്കാമെന്ന്. ഞങ്ങൾ കയറിയ കടയിൽ നല്ല വൈബായിരുന്നു, നല്ല പാട്ടൊക്കെ വെച്ച്. ഈ പാട്ടിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് എനിക്ക് വരും. പിന്നെ ചൂടായതുകൊണ്ട് തന്നെ ചായ വേണ്ടെന്ന് ഒഴിവാക്കി. ബ്ലൂബെറി ജ്യൂസായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത്. കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കുന്നത്. എൻ്റെ ഡ്രസ്സും ആ ജ്യൂസും സെയിം കളർ, മാച്ചിങ്. ഞങ്ങൾ നല്ല ലേറ്റായിട്ടാണ് അമ്മേൻ്റെ വീട്ടിൽ വന്നത്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുന്ന സമയമായിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ സാന്ദ്രയുടെ വീട്ടിലായിരുന്നു. രാവിലത്തെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്നുള്ളതായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോക്കൊക്കെ. പിന്നെ ഞങ്ങളന്ന് വൈകുന്നേരം പാട്ടൊക്കെ വെച്ച് ഫുഡൊക്കെ കഴിച്ച് ഭയങ്കര എൻജോയ് ചെയ്തിട്ടായിരുന്നു ആ ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു. ആവേശ സിനിമ കണ്ടു. ഇനി ഞങ്ങൾ അർച്ചനയുടെ വീട്ടിലേക്ക് പോകണം. ആവേശ സിനിമയിലെ സോങ്ങൊക്കെ വെച്ച് അടിച്ചു പൊളിച്ചായിരുന്നു ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. കാരണം ആ പാട്ട് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് ഇഷ്യൂ ആയിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ വേഗം തോന്നിയിട്ടത്. എല്ലാവരും ഒന്ന് അമ്മു നോക്ക്. അനുജ അത് മോളെ ഹായ് കൊടുത്തേ. ഇവിടെ അടുത്തൊരു അക്യുഡേറ്റ് ഉണ്ട്, അത് കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. പാടമൊക്കെ കടന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കാടൊക്കെ പിടിച്ച് കിടക്കുന്നൊരു വഴിയുണ്ട്. അതുവഴി കയറി ചെല്ലുമ്പോഴാണ് അക്യുഡേറ്റ്.
എടുത്താൽ ഇത് ഫുള്ള് നിറയും. അപ്പോൾ ഇതിൽ ആൾക്കാർ വീണ്ടും മരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കേട്ടുള്ളത്. ഇതൊരു റോഡാണ്, ഇതിൽ വണ്ടിയൊക്കെ പോകും. ഇതിൻ്റെ അടിയിലാണ് ആ വെള്ളം നിറഞ്ഞിരിക്കുന്ന ആ ഒരു കനാല് പോലെ കണ്ടത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.